നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പണ്ട് കാലത്തെ വേദകാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ മഹാശിലായുഗ കാലഘട്ടത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഈ സമതലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പിക്ചർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കതൊന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് എന്താണ് പറയുക, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രദേശത്താണ് സിന്ധു നദിയും അതുപോലെ അതിൻ്റെ പോഷക നദികളുടെയും സമതലങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള ഝലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളും നമുക്കിവിടെ കാണാം. ഈ ഒരു ഏരിയ, സിന്ധു നദി ഒഴുകുന്ന ഏരിയ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അതുപോലെ ഗംഗാ നദിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗംഗാ നദി എവിടെയാണുള്ളത്? വടക്ക് കിഴക്ക് പ്രദേശത്തേക്കായിട്ടാണ് ഗംഗാ നദിയും അതിൻ്റെ ആ ഒരു സമതല പ്രദേശങ്ങളും വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലായിട്ട് നിലനിന്ന കുറേ കാര്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയുന്നത്. പിന്നെ അവസാനത്തേക്ക് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഈ ദക്ഷിണ ഇന്ത്യയിലുള്ള ഭാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണിച്ചിട്ടുള്ളത് സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണ് അല്ലേ. അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഈ ഒരു പ്രദേശത്തേക്ക് സിന്ധു നദിയുടെ പോഷക നദികളുമുള്ള ഈ ഒരു പ്രദേശത്തേക്ക് എന്ത് വരികയാണ്, കുടിയേറി പാർക്കാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്ന് പറയുന്ന വിഭാഗം എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നു. നമ്മൾ ഈ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, വേറൊരു വീഡിയോയിൽ ആ ഒരു സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് സിന്ധു നദീതടത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ജീവിച്ചു വന്ന ആളുകൾ അവിടേക്ക് പുതിയൊരു വിഭാഗം വരുന്നു, അവിടേക്കാണ് ആര്യന്മാരെത്തുകയാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ആര്യന്മാരെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളത് കൂടുതലായിട്ടും വേദങ്ങളിൽ നിന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ് വേദങ്ങൾ. നമുക്കറിയാം 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയാണ് വേദങ്ങൾ അല്ലേ. ഈ ഒരു വേദങ്ങളിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദകാലഘട്ടത്തെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. വേദഭാഷ സംസ്കൃതമായിരുന്നു, നമുക്കറിയാവുന്നതാണ്. വാമൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ വേദങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ വേദകാലം 2ആയി തിരിച്ചിട്ടുണ്ട്. വേദകാലം എത്ര മുതൽ എത്ര വരെയാണ് ഉണ്ടായിരുന്നത്? 1500 BC മുതൽ 600 BC വരെയായിരുന്നു വേദകാലഘട്ടം. വേദകാലഘട്ടത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. ഋഗ്വേദ കാലഘട്ടമെന്നും പിൽക്കാല വേദ കാലഘട്ടമെന്നും. ഋഗ്വേദ കാലഘട്ടം 1500 മുതൽ 1000 BC വരെയാണ് നിലനിന്നത്. ഋഗ്വേദ കാലഘട്ടം 1500 മുതൽ 1000 BC വരെയാണ് നിലനിന്നത്. പിൽക്കാല വേദകാലഘട്ടം 1000 മുതൽ 600 BC വരെയാണ് നിലനിന്നത്. ഋഗ്വേദ കാലഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഋഗ്വേദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ജനജീവിതം ഉള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിൽ പറയുന്ന ജനജീവിതം, അല്ലെങ്കിൽ പിൽക്കാല വേദങ്ങളായിട്ടുള്ള സാമവേദത്തിലും അഥർവവേദത്തിലും യജുർവേദത്തിലും ഒക്കെ പറയുന്നത് പിൽക്കാലത്തുള്ള ആളുകളെക്കുറിച്ചാണ്. പിൽക്കാല വേദകാലഘട്ടത്തിലുള്ള, അതായത് ഋഗ്വേദ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയൊക്കെ ആയിരുന്നു ഈ ഒരു വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസിലാണ് ഈ രീതിയിൽ 2ആയി നമ്മൾ തിരിക്കുന്നത്, ഋഗ്വേദ കാലമെന്നും പിൽക്കാല വേദകാലഘട്ടമെന്നും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം രചിച്ചത് ഋഗ്വേദമാണ്. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദമാണ്. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ വേദകാലം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ
പരാമർശിച്ചിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്ന നിലനിന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു സമയത്ത് ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കന്നുകാലികളായിരുന്നു. ജനങ്ങൾ പൂർണ്ണമായിട്ടും കന്നുകാലികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് കന്നുകാലികളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലും എന്ത് തന്നെയാണ്? കന്നുകാലി വളർത്തൽ തന്നെയായിരുന്നു. അപ്പം ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അന്ന് സമ്പത്ത് എന്ന് കരുതപ്പെടുന്നത് കന്നുകാലികളാണ്. ഈ കന്നുകാലികളുടെ വളർത്തലാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അന്ന് അവർ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത് ബാർലി ആയിരുന്നു. ബാർലിയാണ് അന്ന് അവർ കൃഷി ചെയ്തിരുന്നത്. കാലികളെ മേച്ച് നടന്ന് ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്നാണ് അറിയപ്പെട്ടത്. കന്നുകാലി വളർത്തലാണ്. ഈ കന്നുകാലി വളർത്തലിന് നടത്തിയ ഓരോരോ കൂട്ടമായിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? കന്നുകാലി മേയ്ക്കാനൊക്കെ പോകുന്നത്. ഈ ഒരു ഗ്രൂപ്പിനെ വിളിച്ച പേരാണ് ഗോത്രം എന്ന്. ഓക്കെ, ഇങ്ങനെ ഓരോ ഗോത്രത്തിൻ്റെയും തലവനെ വിളിക്കുന്ന പേരാണ് രാജൻ. ഓരോ ഗോത്രത്തിൻ്റെയും തലവനാണ് രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പറഞ്ഞു, സമ്പത്ത് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കന്നുകാലികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കന്നുകാലികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സംഘർഷത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആര്യന്മാരും ഗോത്രങ്ങളും തമ്മിലും ഗോത്രത്തിലുള്ള ആളുകളും മറ്റ് ഗോത്രങ്ങളുമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ കാലത്ത് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആര്യന്മാരുടെ കൈകളിൽ കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഒക്കെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആര്യന്മാരുടെ കൈകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുതിരകളുണ്ടായിരുന്നു, ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഒക്കെയുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. ഇവരുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ കീഴടക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ആര്യന്മാരുടെ കയ്യിലുള്ള ആയുധങ്ങളും വെങ്കലം കൊണ്ടും ആയുധങ്ങളൊക്കെ കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആര്യന്മാരല്ലാത്ത ആളുകളെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കീഴടക്കപ്പെട്ട ആളുകൾ വിളിക്കപ്പെട്ട പേരാണ് ദാസന്മാരെന്നും ദസ്യുക്കളെന്നും. അപ്പോൾ ആര്യന്മാർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആര്യന്മാരല്ലാത്ത ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ തോറ്റിട്ടുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ദാസന്മാർ എന്നും ദസ്യുക്കൾ എന്നും. അങ്ങനെ തോറ്റുപോകുന്ന ആളുകളുടെ, ആര്യന്മാരല്ലാത്ത ആളുകളുടെ കാലി സമ്പത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആര്യന്മാർ അവരുടെ കൈക്കലാക്കുകയാണ്. ഓക്കെ, ഇനി അന്നത്തെ ആളുകൾ ഋഗ്വേദ കാലഘട്ടത്തിൽ ദേവന്മാരെയും ദേവതമാരെയും ഒക്കെ ആരാധിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ദ്രനെയും വരുണനെയും അഗ്നിദേവന്മാരെയും ഒക്കെ, ദേവന്മാരായിട്ടുള്ള ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നിവരെയും അതുപോലെ തന്നെ അതിഥി, ഉഷസ് എന്നിങ്ങനെയുള്ള ദേവതമാരെയും അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ നിറമെന്ന് പറയുന്നത് ചാരനിറമായിരുന്നു. ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളാണ് എന്ത് ചെയ്തത്? ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ പറയുന്നത് ഋഗ്വേദ കാലഘട്ടത്തെക്കുറിച്ചാണ്, ഋഗ്വേദ കാലഘട്ടത്തിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു കാലത്ത് കന്നുകാലിയാണ് പ്രധാനപ്പെട്ട സമ്പത്ത്. കന്നുകാലി വളർത്തലായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ. അതുപോലെ അവിടെയുള്ള ആളുകൾ പരസ്പരം കന്നുകാലികളെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഒരു കൃഷി വിള എന്ന് പറയുന്നത് ബാർലി ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ ആര്യന്മാർ അല്ലാത്തവരുമായിട്ട് യുദ്ധമൊക്കെ ചെയ്തിട്ട് അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കുതിരകളും അതുപോലെ ചെമ്പും വെങ്കലവും കൊണ്ടൊക്കെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് അല്ലാത്ത ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും അവരുടെ കന്നുകാലി സമ്പത്ത് ഈ ആര്യന്മാർ കൈക്കലാക്കിയിരുന്നു. ഇങ്ങനെ തോറ്റുപോയ ആളുകൾ അവരുടെ അങ്ങനെ ആര്യന്മാരാൽ തോൽക്കപ്പെട്ട ആളുകൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ദാസന്മാർ എന്നും ദസ്യുക്കൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. അന്നത്തെ ആളുകൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഋഗ്വേദ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ആളുകൾ, അതിൽ കുറച്ച് ആളുകൾ, അതായത് ജനപ്പെരുപ്പമൊക്കെ വരികയാണ്, ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, സിന്ധു നദീതടത്തിലുള്ള ആളുകളാണ് പതിയെ എങ്ങോട്ട് നീങ്ങുകയാണ്? ഗംഗാ സമതലത്തിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ, ഗംഗാ സമതലത്തിലേക്ക് നീങ്ങി ആ ഒരു കാലത്ത്, അതായത് ഗംഗാ സമതലത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ചാണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു,
ഈ ഒരു വേദങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അടിസ്ഥാനപ്പെടുത്തി നമ്മളതിനെ പിൽക്കാല വേദകാലഘട്ടം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഒരു പിൽക്കാല വേദകാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു? പിന്നെ ഗംഗാ സമതലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേച്ച് നടന്നിരുന്ന ആര്യന്മാർ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നെയോ അവിടെ ഗംഗാ സമതലത്തിൽ കൃഷി പ്രധാന തൊഴിലാക്കി മാറ്റുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഗംഗാ നദിയും അതിന് ചുറ്റുമുള്ള പ്രദേശത്തെയുമാണ് എന്ത് പറയുന്നത്? ഗംഗാ സമതലം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹവും അതുപോലെ പുതിയ ഗോത്രങ്ങൾ ഉത്ഭവിച്ചതും ജനസംഖ്യയുടെ വർധനവും ഒക്കെ കൊണ്ടാണ് ഗംഗാ സമതലത്തിലേക്ക് ആര്യന്മാർ എത്തിച്ചേരുന്നത്. ഓക്കെ, അതായത് സിന്ധു നദിയുടെ ആ ഒരു പ്രദേശത്ത് നിന്നും ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വൻമരങ്ങൾ നിറഞ്ഞ കാടുകളും വളരെ ഫലപുഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണും സമൃദ്ധമായ മഴയും ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഗംഗാ സമതലം. വലിയ മരങ്ങൾ, അതുപോലെ എക്കൽ മണ്ണ്, അതുപോലെ സമൃദ്ധമായ മഴ, കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. വെങ്കലം കൊണ്ടും ചെമ്പ് കൊണ്ടും ഒക്കെയുള്ള ആയുധങ്ങളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആയുധങ്ങൾ കൊണ്ടൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഗംഗാ സമതലത്തിലെ മണ്ണിനെ കിളയ്ക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങൾ വെട്ടിമുറിക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. അതിന് കാഠിന്യം കുറവാണ്. അങ്ങനെ അവർ ആ ഒരു ആവശ്യം വന്ന സമയത്ത് പതിയെ ഇരുമ്പ് കണ്ടെത്തുകയാണ്. അതുവരെ അവരെങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്? മരങ്ങൾക്കൊക്കെ കാടിന് തീയിട്ട് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? മുന്നോട്ട് മുന്നേറിയത്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന് പതിയെ അവർക്ക് ഈ ഒരു കാഠിന്യം ഏറിയ ഇരുമ്പ് അല്ലെങ്കിൽ മറ്റൊരു ആയുധത്തിന് ആവശ്യകത വരികയും പതിയെ ഇരുമ്പ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഇരുമ്പ് അവർ പ്രധാനപ്പെട്ട ഒരു ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും വളരെ കാഠിന്യമേറിയതായതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിച്ച് കൃഷി നടത്താനൊക്കെ സാധിക്കുകയാണ്. അങ്ങനെ കാഠിന്യമേറിയ ലോഹങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇരുമ്പ് ഉപയോഗിച്ച് അവരുടെ കൃഷിയൊക്കെ നല്ല രീതിയിലേക്ക് പോയി. വളരെ കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു ഗംഗാ സമതലം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇത് കണ്ടെത്തുകയും അതുപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ കാടുകൾ വെട്ടിത്തെളിയിക്കുകയും കലപ്പയൊക്കെ ഉപയോഗിച്ച് നിലമുഴുത് കൃഷി നല്ലൊരു മുഖ്യ തൊഴിലായിട്ട് മാറാനത് കാരണമായി. അപ്പോൾ ഇരുമ്പിനെയൊക്കെ കണ്ടെത്തിയത് കൊണ്ട് കൃഷി മുഖ്യ തൊഴിലായിട്ട് മാറുകയാണ്. അങ്ങനെ ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കൃഷിയിലേക്ക് ആളുകൾ മാറിയപ്പോൾ, അതായത് കന്നുകാലി വളർത്തലായിരുന്നു അതുവരെ മുഖ്യമായ തൊഴിൽ, അത് മാറി കൃഷിയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഒരു പ്രദേശത്ത് അവരെന്ത് ചെയ്യണം? സ്ഥിരതാമസം ആരംഭിച്ചു തുടങ്ങി. കാർഷിക ഉൽപ്പാദനമൊക്കെ വർദ്ധിച്ചു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നന്നായിട്ട് എക്കൽ മണ്ണൊക്കെയുള്ള നിക്ഷേപമുള്ള ഒരു പ്രദേശമാണ്. അപ്പം നന്നായി കാർഷികോൽപാദനമൊക്കെ വർദ്ധിച്ചു. അങ്ങനെ മിച്ചം വന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനൊക്കെ തുടങ്ങി. ഓക്കെ, പിന്നീട് നമ്മൾ നേരത്തെ ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയുള്ള പ്രത്യേകത പിൽക്കാല വേദമായപ്പോഴേക്കും ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രത്തിന് ചായം തേക്കുമായിരുന്നു. ചായം തേച്ചിട്ടുള്ള ചാരനിറ പാത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്. ഓക്കെ, ചായം തേച്ച ചാരനിറ പാത്രങ്ങളാണ്. ഇവിടെ കാണാൻ ചിത്രങ്ങളൊക്കെ ഉള്ളതുപോലെയുള്ള പിക്ചേഴ്സ് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പാത്രങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത്? പിന്നീട് ഉപയോഗിക്കുന്നത്. പിന്നെ ജനങ്ങൾ സ്ഥിരതാമസം ആരംഭിച്ചതോടുകൂടി അവരുടെ ജീവിതക്രമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ സമൂഹത്തിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 4 വിഭാഗങ്ങളായി തിരിക്കുകയാണ്. പിന്നീട് പതിയെ അങ്ങനെ ഈ ഒരു 4 വിഭാഗങ്ങളെ ഏതൊക്കെയാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രർ. ഓക്കെ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വിഭാഗങ്ങൾ അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുകയാണ് ജനങ്ങളെ. ഈ വിഭജനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാതുർവർണ്ണ്യം. എന്താണ്? ചാതുർവർണ്ണ്യം. അങ്ങനെ ഋഗ്വേദ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പല ദേവന്മാരെയും ദേവതമാരെയും ഒക്കെ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ പിൽക്കാല വേദമായപ്പോഴേക്കും അവരുടെ ആരാധനാ മാർഗം അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് മാറുകയാണ്. ആരാധനാ രീതി, ഇത്തരത്തിലുള്ള ആരാധന മാറി അവരെന്ത് ചെയ്യാണ്, യാഗങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. യാഗങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. ആരാധനാ രീതി പിന്നെ പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ്. ആരാധന യാഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകി കന്നുകാലിയൊക്കെ ബലിയർപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ യാഗങ്ങളിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങി. ഇനി ഈ രണ്ട് കാലഘട്ടത്തെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പറഞ്ഞു നോക്കാം. കൃഷി മുഖ്യ തൊഴിലായിട്ട് സ്വീകരിച്ചു. ഏത് കാലഘട്ടത്തിലാണ്? പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. യാഗങ്ങൾ വ്യാപകമായി. എപ്പോഴാണ്? പിൽക്കാല വേദകാലഘട്ടത്തിൽ. ഇരുമ്പുപകരണങ്ങൾ ഉപയോഗിച്ചു. എപ്പോഴാ? പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. കന്നുകാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ? ഋഗ്വേദ കാലഘട്ടത്തിലാണ് അങ്ങനെ. പിന്നെയോ സ്ഥിരവാസം ഉറപ്പിച്ചത് എപ്പോഴാണ്? കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴല്ലേ? അത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. ഇന്ദ്രൻ, വരുണൻ അങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ ആരാധിച്ചത് ഏത് കാലഘട്ടമാണ്? ഋഗ്വേദ കാലഘട്ടത്തിലാണ്. ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ ഉപയോഗിച്ചു. ചാരനിറം എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ ഉപയോഗിച്ചു. അതെവിടെയാണ്? പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത്തരം പ്രത്യേകതകളാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. ഋഗ്വേദ കാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ഒരു പ്രദേശത്തേക്ക്, അതായത് ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കേരളം ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തെ വിളിച്ചിരുന്ന പേരാണ് തമിഴകം. ഓക്കെ, തമിഴകം എന്നാണ് ആ ഒരു ഇരുമ്പ് യുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ട പ്രദേശം അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തുള്ള ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ എന്താ വിളിച്ചിരുന്നത്? തമിഴകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള തമിഴകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെയുള്ള മഹാശിലകളിൽ നിന്നാണ്. എന്താണ് ഈ മഹാശില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങളൊക്കെ അടക്കം ചെയ്തിരുന്ന കുഴിമാടുണ്ടാവുമല്ലോ, അതിന് മുകളിൽ നാട്ടി വച്ചിരുന്ന വലിയ കല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മഹാശിലകൾ എന്ന് പറയുന്നത്. പ്രാചീന തമിഴകത്തിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടി വയ്ക്കുന്ന വലിയ കല്ലുകളെയാണ് എന്ത് പറയുന്നത്? മഹാശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് നാട്ടുകല്ല്, കുടക്കല്ല് ഒക്കെ. മറയൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ പറയുന്ന രീതിയിലുള്ള മഹാശിലകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ധാന്യങ്ങൾ, ഇരുമ്പായുധങ്ങൾ, മൺപാത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കുഴിമാടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നത് ഈ മഹാശിലയിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? മഹാശിലാ സംസ്കാര കാലം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ വേദങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ എന്തായിട്ട് വിളിച്ചു? വേദകാലം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഹാശിലയിൽ നിന്നുള്ള കാര്യങ്ങൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മഹാശില സംസ്കാര കാലം എന്ന് പറഞ്ഞു. ഓക്കെ, ആ കാലഘട്ടത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ആയുധങ്ങളുടെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു തെളിവ് എന്ന് പറയുന്നത്, പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് ഒരു തെളിവ് എന്ന് പറയുന്നത് മഹാശിലകളിലുള്ള കാര്യങ്ങളാണ്. മറ്റൊന്നെന്ന് പറയുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ പഴന്തമിഴ് പാട്ടുകൾ? അല്ലെങ്കിൽ ഈ പഴന്തമിഴ് പാട്ടുകളെ സംഘം കൃതികളെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിഭാഗമായിരുന്നു പാണ്ഡ്യന്മാർ. ആരാണ്? പാണ്ഡ്യന്മാർ. പാണ്ഡ്യന്മാർ ഏത് കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയത്? മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയവരാണ് പാണ്ഡ്യന്മാർ. ഈ പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്താൽ അവിടെ ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടായ്മയെയാണ് എന്ത് പറഞ്ഞത്? സംഘം എന്ന് പറയുന്നത്. അപ്പോൾ സംഘം എന്ന് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലെ പ്രാചീന തമിഴകത്തിലെ പാണ്ഡ്യന്മാരുടെ പ്രദേശത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഒരു സംഘ കാലഘട്ടത്തിലെ ആ ഒരു കലാകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ
കൃതികളെയാണ് എന്ത് പറയുന്നത്, സംഘം കൃതികൾ എന്ന് പറയുന്നത്. ഈ സംഘം കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്നത്തെ ജനജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘം കൃതികൾക്ക് ഉദാഹരണങ്ങളാണ് പതിറ്റുപത്ത്, പത്തുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവയൊക്കെ. ഓക്കെ, പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് 3 വിഭാഗങ്ങൾ ചേർന്നിട്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പാണ്ഡ്യന്മാർ, പിന്നെ ചേരന്മാർ, ചോളന്മാർ. ഇതൊക്കെയാ പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ. ഈ 3 വിഭാഗം, ഈ 3 രാജവംശങ്ങളും ചേർന്നാണ് പ്രാചീന തമിഴകം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ 3 പേരെയും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് മൂവേന്തന്മാർ. മൂവേന്തന്മാർ. ഈ പാണ്ഡ്യന്മാരും ചോളന്മാരും ചേരന്മാരും ഒക്കെ ഭരിച്ച ഒരു പ്രദേശത്തിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കേരളം ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം ഭരിച്ചിട്ടുള്ളത് ആരാണ്? ചേരന്മാരാണ്. ചേരന്മാർ, പാണ്ഡ്യന്മാർ, മധുര കേന്ദ്രമാക്കി പാണ്ഡ്യന്മാർ ഭരിച്ചു എന്ന് പറഞ്ഞു. ചോളന്മാർ അല്ലേ, ദക്ഷിണേന്ത്യയിലൊക്കെ ഭരണം നടത്തിയത് ഈ ഒരു മൂവേന്തന്മാരാണ്. ഇനി പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും സംഘം കൃതികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന തെളിവ് അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു പ്രദേശത്തെ 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെ നമ്മൾ തിണകൾ എന്നാണ് വിളിക്കുന്നത്. 5 തിണകളാണുള്ളത്. ഈ തിണകൾ ഏതൊക്കെയാണ്? ആദ്യമൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ തിണകൾ. ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു, കാണാറില്ല. അപ്പോൾ കുറിഞ്ചി ഇപ്പോൾ LP UPക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഏരിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇതിൽ അകത്ത് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ആദ്യത്തെ തിണ ഏതാ? കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്ന തിണ ഏത് തരത്തിലുള്ള പ്രദേശങ്ങളാണ്? മലകളും മലയോരങ്ങളും ചേർന്ന പ്രദേശങ്ങളാണ്. മലമ്പ്രദേശവും മലയോര പ്രദേശങ്ങളും ഒക്കെ ചേർന്നതിനെയാണ് നമ്മൾ കുറിഞ്ചി എന്ന് പറയുന്നത്. മുല്ല എന്ന് പറഞ്ഞാലോ കാട്, പുൽമേട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് മുല്ല എന്ന് പറയുന്നത്. മുല്ലൈ എന്നൊക്കെ പറയാം. പാല എന്ന് പറയുന്നത് വരണ്ട പ്രദേശത്തെയാണ്. മരുതം എന്ന് പറഞ്ഞാൽ വയൽ പ്രദേശങ്ങളാണ്. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലയോരങ്ങളാണ്. മുല്ല എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളൊക്കെ ഉള്ള പോലത്തെ കാടും പുൽമേടും ഒക്കെയുള്ള പ്രദേശങ്ങളാണ്. പാല എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശങ്ങളാണ്. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശങ്ങളാണ്. നെയ്തൽ തീരപ്രദേശങ്ങളാണ്. ഈ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി അവിടെയുള്ള ജനജീവിതവും വ്യത്യസ്തമായിരുന്നു. ആ ഒരു വിഭാഗത്തിനനുസരിച്ചാണ് അവിടെയുള്ള ജീവിതവും അവരുടെ തൊഴിലുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് മുല്ലശ്ശേരി, മരുതൂര്, പാലക്കാട് എന്നീ സ്ഥലപ്പേരുകളൊക്കെ പണ്ടുകാലത്തെ ഈ തിണകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് എന്നൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് തേടി വിദേശികളും തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലേക്ക് എത്തുമായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത ആയിട്ട് ഈ ഒരു കൃതികളിൽ ഇത്തരം കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്ത് കുരുമുളക് വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടായിരുന്നു. അത് ലഭിക്കാൻ വേണ്ടി ഒരുപാട് നാട്ടിൽ നിന്നും വിദേശികൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എന്താ? തിണകളിലെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിഫലമായിട്ട് ഒരുപാട് സ്വർണം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റുള്ള സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തിണയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന തെളിവുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സംഘകാലഘട്ടത്തെക്കുറിച്ചും ഗംഗാ സമതലത്തിലും സിന്ധു സമതലത്തിലും ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചും ആര്യന്മാരെക്കുറിച്ചും ഒക്കെയാണ്. ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ LP UPക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.